ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോട്ര, ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ എനിക്ക് വലിയ സന്തോഷമാണ്. യേശുവിൻ്റെ കൃപയാൽ എൻ്റെ കൂട്ടുകാരി ഇന്ദുവിൻ്റെ കൂടെയാണ്. ഇന്ദു തൃശ്ശൂർ പോസ്റ്റ് മാസ്റ്ററാണ്. വലിയ റാങ്ക് ഹോൾഡറൊക്കെ കേട്ടോ, എന്നെ പോലെയല്ല, വലിയ പഠിപ്പിസ്റ്റുകളാണ്. ഇന്ദു കോട്ടയത്തിന് വീട്ടിൽ പോയപ്പോൾ ഇതിക്കടെ കയറിയതാ, കട കാണാൻ കയറിയതാ. ഞാനിവിടെ നിൽക്കുന്ന ചാടി കയറിയതാ. ഇതും അങ്ങനെ ഇതിക്കടെ പോകുമ്പോഴൊക്കെ ഞങ്ങളെ കാണാൻ കയറും കേട്ടോ. ഭയങ്കര സ്നേഹം. പണ്ട് ഭയങ്കര പഠിക്കണമായിരുന്നു. ഞാൻ ഇതിലൂടെ അധികം വർത്തമാനം പറയാറില്ല. ഭയങ്കര പഠിപ്പിസ്റ്റുകളെ എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നേ. പക്ഷേ ഈ പഠിപ്പിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര സ്നേഹമുണ്ട് കേട്ടോ. ഇതൊരു ഭയങ്കര സ്നേഹം. അപ്പോൾ ഇന്ദു വന്നു. ഇന്ദുവിന് ഒരു മുക്കൂത്തി പിടിപ്പിച്ചു. അത് മൂക്കയിലേക്ക് എടുത്തിട്ടു, കയ്യിൽ നിന്ന് ഊരി അതിൽ വെച്ചതാണ്. പിന്നെ സ്കീമിൽ ചേർന്നു. അതൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടല്ല കേട്ടോ, എനിക്കൊരു സപ്പോർട്ടെന്ന് ഓർത്താട്ടോ സ്കീമിലൊക്കെ ചേർന്നേ. മോളുള്ളത് സ്വർണ്ണയെ ഉപയോഗിക്കൂല, പിന്നെ ഇന്ദുവിനും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ സ്കീമിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചേർന്നതാണ്. അപ്പം ഇങ്ങനെ നല്ലൊരു മുക്കൂത്തി കിട്ടി ഇന്ദുവിന്. സ്വാ ഡയമണ്ട്സിൻ്റെ നല്ലൊരു. എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ വളരെ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച് സുനി. ഇപ്പം തന്നെ മുക്കൂത്തി പിടിച്ചിടിച്ചു. അപ്പോൾ ഇനി ഗ്രൂപ്പിലൊക്കെ ഇടണേ. ഇന്ദു ഒന്ന് മുക്കൂത്തി എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്ത്. ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പുണ്ട്, പ്ലസ് ടുവിൻ്റെ ഇല്ല, ഡിഗ്രിയുടെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ 10ൽ 15 വയസ്സാകാൻ ഞാൻ 10ൻ്റെ ഗ്രൂപ്പിൽ കയറും, 20 വയസ്സാകാൻ ഞാൻ ഡിഗ്രിയുടെ ഗ്രൂപ്പിൽ കയറും. ഞങ്ങൾ ചോറും കറിയും വെക്കണത് വരെ ഫുള്ള് റിപ്പോർട്ടാണ് ഡിഗ്രിയുടെ ഇതിൽ. മൊത്തം എന്നും ഒരേ ദിവസത്തെ ലിസ്റ്റ് എല്ലാവരും എന്തൊക്കെ ചെയ്തു അതെന്നും ഞങ്ങൾ വോയിസ് ഇടും. അങ്ങനെ ഭയങ്കര അടുപ്പം ഞങ്ങളല്ലേ. പിന്നെ മൊത്തം വിശേഷം അറിയാം. അപ്പോൾ ഞാനിപ്പോൾ ചുമയൊക്കെയായിട്ട് 2 ദിവസം കയറിയില്ലായിരുന്നു. അത് കാരണം ഇന്ദുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയതായിരുന്നു 80ാം വയസ്സിൻ്റെ. പക്ഷേ അതൊരു ഒത്തിരി നല്ലതാട്ടോ. കഴിഞ്ഞ വർഷമല്ലേ, അല്ല 5-8 മാസം മുമ്പല്ലേ 84 അച്ഛൻ്റെ 84. ഇപ്പം അങ്ങനെയൊക്കെ ആഘോഷിക്കുമ്പോൾ എൻ്റെ ദൈവം, എൻ്റെ അമ്മയുടെ അവരൊക്കെ ആഘോഷിക്കാനായിട്ട് എന്നോടത്ത് എൻ്റെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ഇനി എൻ്റെ ആങ്ങളമാർ വരുമ്പോൾ വലിയ ആഘോഷമായിട്ട് ആഘോഷിക്കണം ഞാൻ ഓർത്തു. എന്ത് സന്തോഷമായിരിക്കും. അവരെന്നിട്ട് എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചിട്ട് വന്ന വരവാണ്. അപ്പോൾ നമ്മൾ മക്കളുടെയൊക്കെ ആഘോഷിക്കും, നമ്മുടെ വലിയ പേരൻസിൻ്റെയൊക്കെ ആഘോഷിക്കണം. അപ്പോൾ അവർക്ക് അത് കൊടുക്കാവുന്ന മക്കളെ ഇനി പിന്നെ ഇങ്ങനെ കിടക്കുമല്ലേ കാലങ്ങൾ. അവർക്കത് വലിയ സന്തോഷമല്ലോ എല്ലാവരെയും കാണാൻ. അവരെപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഘോഷമുണ്ട്. അപ്പം ഇനി എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ കൂടെ എല്ലാവരും കൂടെ കൂടി ഒരു ആഘോഷം വെക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇത് കേട്ടപ്പോൾ കേട്ടോ, ഓരോരുത്തരും നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രചോദനമല്ലേ. അപ്പോൾ ശരി എന്നാൽ.